എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ശുഭമാണ് ഗൈസ്. 1.5 ഹാർട്ട്, 1.5 അല്ല, അര ഹാർട്ടും ഞാനും 5 XPയും 1.5 സ്റ്റാക്ക് കോളപ്പിക്കാൻ പോയതാണ്. വേറെ ഒന്നുമല്ല, കുറേ ഇടിയും വിട്ടും മഴയും വന്ന് അതിൻ്റെ ഒപ്പം ഒരു ചാർജർ ക്രീപ്പറും 2 വിച്ചും പിന്നെ 10-14 സോംബീസും കൂടെ വന്ന് മൊത്തം കുശാലായിരുന്നു. വെടിക്കെട്ടും ബോംബ് സ്ഫോടനവും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും. അതാണ് ഈ അര ഹാർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോളായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തു. സോ എൻ്റെ പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതായണല്ലേ കൊള്ളാല്. ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണയുള്ളെന്ന് പറയരുത്, അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് വേണമെന്നൊക്കെ പറ. ഇതവിടെ നമുക്ക് മോണിമെന്റ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കാണാം. ഇതവിടെ ഒരു മോണിമെന്റ്. അപ്പം നമ്മളൊരു ഗോഡ് സീഡ് തന്നെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു മോണിമെന്റ് തന്നെ കാണാം കേട്ടോ. നമ്മുടെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ സ്പോണാണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു മോണിമെന്റ്, ഓഷ്യൻ മോണിമെന്റും കാണാം നമുക്ക്. നമുക്കൊന്ന് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമ്മളിവിടെ കണ്ണിക്കാണുന്ന കോളെല്ലാം മെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ ചെന്ന് നമ്മൾ നമ്മുടെ വീട് കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഒരു വാർഡറിങ് ട്രൈഡർ വന്നിരിക്കുന്നു. ഇവനെയൊക്കെ വെട്ടി തുണ്ടോക്കി വല്ല കാട്ടിനും കൊണ്ട് ഇടണം. നാട്ടുകാരെ ലാഗ് അടിപ്പിക്കാൻ വന്നേക്കുന്നു ദിവസവും. ഓ, സ്വീറ്റ് ബെറീസ്. നമ്മുടെ കഴിഞ്ഞ സീസൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ സ്വീറ്റ് ബെറീസ് സ്വീറ്റ് ബെറീസിൻ്റെ ഒരു ഫാമൊക്കെ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കൊരു വീട് കെട്ടിയായിരുന്നു. അതിൻ്റെ വാദിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. അതല്ല, ഞാൻ അതിനെ പറ്റിയല്ല പറഞ്ഞത്. കഴിഞ്ഞ സീസൺ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണണം കേട്ടോ. കഴിഞ്ഞ സീസൺ നമ്മൾ നമ്മളെന്തോ ഒരു സ്വീറ്റ് ബെറി ഫാം ഉണ്ടാക്കി. എന്താണ് ഞാൻ ലക്ഷ്യമിട്ടിട്ട് തേമയാന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഫാമിനെ കണ്ണ് കാണിച്ച് നിർത്തണം. ഞാൻ കീലിക്കാടൻ ജ്യൂസ്, അത് ജോസെങ്കിൽ ഇത് കീലിക്കാടൻ ജ്യൂസ്. മനസ്സിലായോ? വ്യത്യാസമുണ്ട്. ആ സീസണും ഈ സീസണും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അതേപോലത്തെ ഒരു സ്വീറ്റ് ബെറി ഫാം നമുക്ക് ഇവിടെ അതിനേക്കാളും ഗ്രാൻഡായിട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇതെങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. കീരിക്കാടൻ ജ്യൂസ് വൈലൻ്റിൽ നിന്ന് മാറി സൈലൻ്റ് ആയിരിക്കുന്നു. ഇതാണ് തക്കിയ സമയം. കമോൺ, ദിസ് ഈസ് യുവർ. ഇതേപോലെ ആ സമയത്ത് ഈ മഴ പെയ്യുന്ന സമയത്തില്ലേ ഇവന്മാർ സ്പോണ ഇത് എങ്ങനെ ഇതിൻ്റെ അടി കേവില്ലാണ്ടാണെന്ന് തോന്നി. ഇവന്മാർ പൊക്കത്ത് സ്പോണാണ്. അറിയില്ല, ഞാൻ പേടിച്ചു പോയി ഇവന്മാർ വന്നപ്പോഴേക്കും. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പേടിച്ചു പോയി. അല്ല, ഇപ്പോൾ മാതിരടുത്ത് അകത്തിരിക്കുന്ന അവസ്ഥ വന്നു. ഓക്കെ, അപ്പം നമുക്ക് സ്വീറ്റ് ബെറി ഫാം ഉണ്ടാക്കാൻ സമയമായിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കട്ടെ. അതിനുള്ള റീസോഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. കോള് കണ്ട എൻ്റെ കയ്യിൽ എന്തോ 1.25 സ്റ്റാക്ക് സാധനമുണ്ട് എൻ്റെ കയ്യിൽ. 1.25 കോളുണ്ട് എൻ്റെ കയ്യിൽ. ഇത്രയും പണക്കാരനാണ് ഞാൻ. പണക്കാരൻ എന്ന് പറഞ്ഞാൽ കൽക്കരിയാണിത്. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കൽക്കരി. അപ്പോൾ ഓക്കെ, ഞാൻ സ്വീറ്റ് ബെറി ഉണ്ടാക്കാനുള്ള റീസോഴ്സ് കളക്ട് ചെയ്തിട്ട് ദേവന്നി. Evolutionary process going on, but mankind won't be destroyed. The fact that you and I are working here today is evidence of that.
വലിയ ഗ്രാൻഡായിട്ടൊന്നും അല്ല ഞാനിത് പണിതേക്കണത്. എന്താക്കണമെങ്കിൽ നൈസായിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് പറ. എങ്ങനെയുണ്ട്, നൈസല്ലേ എന്ന് അല്ല എങ്ങനെയുണ്ട്? പിന്നെയാണ് നമുക്ക് ഒരു താൽക്കാലിക ടെമ്പററി ഫുഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ബിൽഡ് വേണ്ടതെന്ന് ഓർത്ത് വെറുതെ ഉണ്ടാക്കിയതാണ്. ഇതെന്താണ് ഇവിടെ നമുക്ക് ഇവിടെയും കൂടെ നമ്മളൊരെണ്ണം വെച്ചായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഡോറ് വെക്കാം. അത് നൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കുറച്ച് ചെയർ വെച്ചേക്കാം. ചുമ്മാ ഇരിക്കുന്നില്ല, പൊട്ടി അങ്ങോട്ട് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ ഞാൻ ദിവസവും വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ.